കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജി കൊലപാതക കേസിലെ പ്രതികളുടെ ശബ്ദ പരിശോധനാ ഫലം ഉടൻ ലഭിക്കും. അതേസമയം വീട്ടിൽ നിന്നും കാണാതായ 500 പവൻ സ്വർണ്ണാഭരണങ്ങളിൽ ഇതുവരെ കണ്ടെടുത്തത് 117 പവൻ മാത്രമാണ്. 2023 സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് പ്രതികൾ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് മന്ത്രവാദം നടത്തി സ്വർണം തട്ടിയെടുത്ത് കൊലപ്പെടുത്തിയത്. മന്ത്രവാദിനി ജിന്നുമ്മ എന്ന ഷമീന, ഭർത്താവ് ഉബൈസ്, ജിന്നുമ്മയുടെ സഹായി അസ്നിഫ, തട്ടിയെടുത്ത സ്വർണം വിൽക്കാൻ സഹായിച്ച ആയിഷ എന്നിവരാണ് അബ്ദുൽ ഗഫൂർ ഹാജി കൊലപാതക കേസിലെ മുഖ്യ പ്രതികൾ. പ്രതികളും കൊല്ലപ്പെട്ട അബ്ദുൽ ഹാജിയും തമ്മിൽ സംസാരിച്ച ശബ്ദരേഖയാണ് കണ്ണൂർ ആകാശവാണിയിൽ ശബ്ദ പരിശോധനയ്ക്കായി നൽകിയത്. ഇതിന്റെ പരിശോധനാ ഫലം ഉടൻ വരുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. അതേസമയം കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ ജിന്നുമ്മ അക്യുപഞ്ചർ പഠിച്ച കളമശ്ശേരിയിലെ സ്ഥാപനത്തിലും കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ച കോഴിക്കോട്ടെ സ്വകാര്യ സ്ഥാപനത്തിലും എത്തിച്ച കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. കോഴിക്കോട് കാരപ്പറമ്പിൽ പ്രതികൾ ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പദ്ധതിയിട്ടിരുന്നു. അതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. 2023 ഏപ്രിൽ 14 പുലർച്ചെയാണ് അബ്ദുൽ ഗഫൂർ ഹാജിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുസ്ലിം മന്ത്രവാദം നടത്തി അതിലൂടെ സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ അബ്ദുൽ ഹാജിയിൽ നിന്ന് പ്രതികൾ 500 പവൻ തട്ടിയെടുത്തിരുന്നു. ഇത് തിരികെ ചോദിച്ചതോടെയാണ് കൊല നടത്തിയത്. പ്രതികൾ തട്ടിയെടുത്ത സ്വർണത്തിൽ 117 പവൻ മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയത്. ബാക്കി സ്വർണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് നിലവിൽ അന്വേഷണ സംഘം. ജനം, കോഴിക്കോട്.